ചങ്ങരകുളം കേന്ദ്രീകരിച്ച് ആരംഭിച്ച MEC7 സൗഹൃദ വ്യായാമ കൂട്ടായ്മയുടെ 100ാം ദിനാചരണം ശ്രദ്ധേയമായി. അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോമ്പൗണ്ടിൽ നടന്ന 100ാം ദിന പരിപാടിയിൽ 150ഓളം അംഗങ്ങൾ പങ്കാളികളായി. ചുരുങ്ങിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കൂട്ടായ്മയാണ് ചെറിയ കാലയളവിൽ 150ഓളം സ്ഥിരം മെമ്പർമാരുള്ള കൂട്ടായ്മയായി ഉയർന്നത്. ചടങ്ങിൽ നിഷാദ് കാഞ്ഞിയൂർ സ്വാഗതം പറഞ്ഞു. അസബ കോളേജ് പ്രസിഡന്റ് PPM അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. MEC7 മലപ്പുറം സോൺ ട്രെയിനർ ജിതേഷ് മക്കരപ്പറമ്പ്, വിനോദ് തണ്ടലത്ത്, യൂസുഫ് പ്ലേസിറ്റി, മുനീർ, ജാലി ഇബ്രാഹിം, ബാബു സലീം തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. വ്യായാമത്തിന് പറ്റിയ കാലാവസ്ഥയിൽ 5-6 മാസം 7 മാസമൊക്കെ തുടർച്ചയായിട്ട് വരും. അപ്പോൾ എല്ലാ ദിവസവും വ്യായാമത്തിന് വരാൻ ശ്രമിക്കണം. അത്യാവശ്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ലീവാക്കി വീട്ടിൽ ചെയ്യാം. അന്നത്തെ ദിവസം വീട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാ ദിവസവും വ്യായാമം നിർബന്ധമാണ്. അപ്പൊ അതിന്റെ രീതിയിൽ തന്നെ MEC7 വ്യായാമത്തിന് എടുത്തു പോകണം. എന്നാലും നല്ലൊരു പങ്കാളിത്തം 2 സെന്ററും കൂടി 175ഓളം ആളുകളെ നല്ലൊരു പങ്കാളിത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വലിയൊരു കാര്യം സെന്ററിന്റെ എല്ലാ ആളുകളും നമുക്ക് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ചങ്ങരകുളത്ത് ഏകദേശം 100 ആള്, 100 മേലേക്ക് ആളുകളുണ്ടാവും. അവിടുന്ന് അതേപോലെ 50-60 റേഞ്ചിൽ അവിടെ നടക്കും. നല്ലൊരു പരിപാടിയായി. പഞ്ചമി മൊയ്തുട്ടി നന്ദി പറഞ്ഞ ചടങ്ങിൽ കോർഡിനേറ്റർമാരായ ജബ്ബാർ ആലങ്കോട്, റംഷിദ്, മൊയ്തുട്ടി വിരളിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ട്രെയിനർമാരെ മുഖ്യാതിഥികൾ മൊമന്റോ നൽകി ആദരിച്ചു. CNTV ചങ്ങരകുളം.